ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ പേരെടുത്തിട്ട് ദാ പിടിച്ചോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അല്ല, ഇതിനകത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് റെയിൽ കോറിഡോർ പ്രഖ്യാപിച്ചപ്പോൾ കേരളം ഉണ്ടോ? ഞാൻ പറയാം. ഒരു മനുഷ്യൻ 90 കഴിഞ്ഞ ഒരു മനുഷ്യൻ അവിടെ നാളെ ഓഫീസ് തുറക്കാൻ വേണ്ടി പ്രതീക്ഷയോട് കൂടി കാത്തു നിൽക്കുന്നുണ്ടല്ലോ. മറ്റേ സിനിമയില് റാംജി റാവു സ്പീക്കിംഗില് മുകേഷ് എന്റെ അമ്മ ആ കാറിൽ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞതുപോലെ അവരെ അറിയിച്ചോ, അദ്ദേഹത്തെ അറിയിച്ചോ? ഒരു മനുഷ്യൻ നാളെ ഓഫീസ് തുറക്കാൻ അവിടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. സാധാരണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിന് ആനമുട്ട എന്നായിരുന്നു പറയാറ്. ഈ തവണ അത് കേരളത്തിന് ആമമുട്ട എന്ന് പറയാനുള്ള സാഹചര്യം അല്ലാതെ മറ്റെന്തുണ്ട്? ആനയെക്കുറിച്ചും ആമയെക്കുറിച്ചും ഒക്കെ മാത്രം ചിന്തിച്ച് ഇങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലാതെ നടക്കുന്നവർക്കൊക്കെ അങ്ങനെ തോന്നാം. പക്ഷേ ഈ ബജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയിൽ വിവരമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും സാമ്പത്തിക വിദഗ്ധരും എക്കണോമിസ്റ്റുകളും അതുപോലെ തന്നെ ചേംബർ ഓഫ് കൊമേഴ്സുകളും വ്യാപാരികളും അങ്ങനെ വേണ്ട സർവ്വമേഖലയിൽ താങ്കളെപ്പോലെ അല്ലെങ്കിൽ മറ്റു ചില രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യം ഉൾക്കൊള്ളുന്നവരെ എതിർക്കുന്നുണ്ട്. അല്ല, എതിർപ്പൊന്നുമില്ല. കേരളത്തിന് എന്ത് കിട്ടി സാർ? കേരളത്തിന് എന്ത് തന്നു? ചേംബർ ഓഫ് കൊമേഴ്സും ഫിക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ, കേരളത്തിന് എന്ത് തന്നു? ശരി ആയിക്കോട്ടെ. അല്ല, ഈ ചേംബർ ഓഫ് കൊമേഴ്സ് അടക്കമുള്ള ഇന്ത്യയിലെ സാമ്പത്തിക വിദഗ്ധർ, കേരളത്തിലെ സാമ്പത്തിക വിദഗ്ധർ, വ്യാപാരികൾ പൊട്ടന്മാരൊന്നുമല്ലല്ലോ. ഈ കേരളത്തിൽ ഇന്ന് നിലവിലുള്ള നിങ്ങളുടെ ചർച്ചയിലടക്കം ഇന്ന് കേരളത്തിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയമില്ലാത്ത സത്യസന്ധമായി ഈ വിഷയത്തെ കാണുന്ന ഏതെങ്കിലും ഒരു എക്കണോമിസ്റ്റ് ഈ ബജറ്റിനെ എതിർത്തിട്ടുണ്ടോ? താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? BJP അല്ലാത്ത എത്രയോ ആളുകൾ, ഞാൻ എത്രയോ ആളുകളുടെ പേര് പറയണം. ഏറ്റവും കൂടുതൽ BJP എതിർക്കുന്ന എക്കണോമിസ്റ്റാണ് മേരി വർഗീസ്. അവരോട് ചോദിച്ചു നോക്ക് എത്ര ആളുകൾ. അപ്പോൾ ഇനി എന്ത് കിട്ടിയെന്ന് ഞാൻ എൻ്റെ മിസ്റ്റർ ബിട്ടാസ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് പറയാൻ. എന്നാലും ഞാൻ പറയാണ്, എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ പഠനത്തിൽ കേരളത്തിന് ഇത്ര അധികം ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുള്ള, പദ്ധതികൾ പ്രയോജനം കിട്ടിയിട്ടുള്ള മറ്റൊരു ബജറ്റ് അവതരിപ്പിച്ചിട്ടില്ല സമീപകാലത്ത്. ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങളും ഏറ്റവും കൂടുതൽ ശരിയാണ്. കഴിഞ്ഞ എത്രയോ കൊല്ലമായി, 2014 മുതൽ നിങ്ങളല്ലേ ഭരിക്കുന്നത്. എന്താണ് ഈ ആമ പരിപാലന കേന്ദ്രമാണോ മുഖ്യ ആകർഷണം? എന്താ പറയട്ടെ, നിങ്ങളെ അതെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആനയും കുഴിയാനയും ഒക്കെ ആണല്ലോ ചിന്ത. കാരണം അതേ ഉള്ളൂ കേരളത്തിൽ വേറെ ഒന്നുമില്ല. കേരളത്തിലെ മറ്റേ വ്യാവസായിക മന്ത്രി അതേന്ന് ആമയും കുഴിയാമയും ഒക്കെ തപ്പി നടക്കല്ലേ കേരളത്തിലെ മന്ത്രിമാരും കേരളത്തിലെ മുഖ്യമന്ത്രിയും ഒക്കെ. എവിടെയുണ്ട് ആമ, എവിടെയുണ്ട് ആന, എവിടെയുണ്ട് കുഴിയാന? നിങ്ങൾ കേരളത്തിലെ യുവാക്കളെ കാണുന്നില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, രാജീവ് എന്ന് പറയുന്ന മന്ത്രി, ഞാനൊരു 2-3 കാര്യം പറയുന്നത് വരെ താങ്കൾ ഇടയിൽ കയറി ചോദിക്കരുത്. ഇവിടെ രാജീവ് എന്ന് പറയുന്ന കേരളത്തിലെ ഇൻഡസ്ട്രി മന്ത്രി അദ്ദേഹം എന്താ പറഞ്ഞത്? MSME ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. MSMEയിലൂടെ നമ്മൾ കേരളത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയാണ്. സുഹൃത്തെ, 10,000 കോടി രൂപ 4 പ്രധാനപ്പെട്ട മേഖലയിൽ ഇക്വിറ്റി ഷെയർ ആയിട്ടും പ്രൊഫഷണലായിട്ടും ട്രെയിനിങ് ആയിട്ടും അതുമായി വേണ്ടപ്പെട്ട ബാക്കി എല്ലാ സാഹചര്യത്തിനും 10,000 കോടി നീക്കി വച്ചിരിക്കുന്ന MSMEക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനകരമാണ്. നമ്പർ 1. ഇനി നമ്പർ 2, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിങ്ങനെ കേരളത്തെ പറ്റി പറയുമ്പോൾ ഞാനിത് പറയാനുള്ള അവസരമൊക്കെ എനിക്കുണ്ടാവണേ. ഞാൻ പറയട്ടെ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ പേരെടുത്തിട്ട് ദാ പിടിച്ചോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അല്ല, ഇതിനകത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് റെയിൽ കോറിഡോർ പ്രഖ്യാപിച്ചപ്പോൾ കേരളം ഉണ്ടോ? ഞാൻ പറയാം. ഒരു മനുഷ്യൻ 90 കഴിഞ്ഞ ഒരു മനുഷ്യൻ അവിടെ നാളെ ഓഫീസ് തുറക്കാൻ വേണ്ടി പ്രതീക്ഷയോട് കൂടി കാത്തു നിൽക്കുന്നുണ്ടല്ലോ. മറ്റേ സിനിമയില് റാംജി റാവു സ്പീക്കിംഗില് മുകേഷ് എന്റെ അമ്മ ആ കാറിൽ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞതുപോലെ അവരെ അറിയിച്ചോ, അദ്ദേഹത്തെ അറിയിച്ചോ? ഒരു മനുഷ്യൻ നാളെ ഓഫീസ് തുറക്കാൻ അവിടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. ആ മനുഷ്യൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ അതൊക്കെ കേട്ടു. ബുള്ളറ്റ് ട്രെയിൻ കേരളത്തിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടോ? അത് ആ മനുഷ്യൻ തന്നെയല്ലേ പറഞ്ഞത്? ഈ അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ തമിഴ്നാട് വരെ കർണാടക വരെ ഞാനൊന്ന് പറയട്ടെ മിസ്റ്റർ, അതെങ്ങനെ കേരളത്തിൽ മെട്രോപൊളിറ്റൻ സിറ്റി ഉണ്ടോ? കേരളത്തിൽ മെട്രോപൊളിറ്റൻ സിറ്റി ഉണ്ടോ? മെട്രോപൊളിറ്റൻ സിറ്റിയിൽ മാത്രമാണ് അത് കൊടുത്തിട്ടുള്ളത്. അതെങ്ങനെ അങ്ങനെ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? മദ്രാസ് പോലെ ബാംഗ്ലൂർ പോലെയാണോ കൊച്ചി?
അതെന്ത് മര്യാദകളാണ് നിങ്ങൾ പറയുന്നത്? അല്ല, മര്യാദകേട് ആരാ പറയുന്നത്? കേരളീയർക്ക് വേണമെങ്കിൽ അടുത്ത സംസ്ഥാനങ്ങളിലൊക്കെ പോയി ബുള്ളറ്റ് ട്രെയിനിൽ കയറിക്കൂടെ എന്നാണ് അശ്വിനി വൈഷ്ണവ് ചോദിക്കുന്നത്. എന്താ ഇതിലേതാ മര്യാദകേട്? നമ്മളിപ്പോ ഒരു ബുള്ളറ്റ് ട്രെയിൻ കാണണമെങ്കിൽ നമ്മൾ ഇവിടെ പിടിച്ച് ബാംഗ്ലൂരിൽ പോയിട്ട് ബുള്ളറ്റ് ട്രെയിൻ കാണാം. അല്ല, നിങ്ങൾ ഇതുവരെ ഈ കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഇതുവരെ ബുള്ളറ്റ് ട്രെയിനിന് നരേന്ദ്രമോദിയെ എതിർത്തുകൊണ്ടിരുന്ന ആൾക്കാരാണല്ലോ. നിങ്ങൾക്ക് എന്നാ ബുള്ളറ്റ് ട്രെയിൻ വേണ്ടി വന്നത്? രാജ്യത്തെ 7 അതിവേഗ റെയിൽപാത പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിന് എന്തുകൊണ്ടില്ല? നമ്മൾ ബുള്ളറ്റ് ട്രെയിൻ കാണണമെങ്കിൽ തമിഴ്നാട്ടിൽ പോകണം, കർണാടകയിൽ പോകണം എന്നുള്ള കാര്യമാണ് മന്ത്രി തന്നെ പറയുന്നത്. ഞാൻ അതാണ് ശ്രീ ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നത്. ബുള്ളറ്റ് ട്രെയിനെ മുമ്പ് ആരെങ്കിലും എതിർത്തോ ഇല്ലയൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് കേരളം ഇന്ത്യയിലല്ലേന്ന് ചോദിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് ഉത്തരം പറയുന്നത്. ബുള്ളറ്റ് ട്രെയിൻ കേരളത്തിന് ആവശ്യമില്ല എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇപ്പൊ ഞാനൊന്ന് പറഞ്ഞിട്ട് മറുപടി പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ സംസാരിക്കുക. ശരി, കേരളത്തിൽ അതിവേഗ ട്രെയിൻ വേണമെന്ന് പറഞ്ഞ് കേരളത്തിന് അതിവേഗ ട്രെയിൻ വേണമെന്ന് പറഞ്ഞിട്ട് റെയിലുമായി നടക്കുന്നവരല്ലേ ഇടതുപക്ഷം? ഇവിടെ ഭരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹം റെയിൽവേയിൽ പോയിട്ട് റെയിൽ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? അത് പറയാത്തോണ്ടാണ് വേണ്ട എന്ന് ബ്രിട്ടാസോട് വന്നിരിപ്പുണ്ടല്ലോ. അതെങ്ങനെയാ? ബുള്ളറ്റ് ട്രെയിൻ കേരളത്തിന് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരല്ലേ കേരളത്തിലെ ഇടതുപക്ഷം? ബുള്ളറ്റ് ട്രെയിൻ ആരെങ്കിലും വേണമെന്ന് അടിസ്ഥാനത്തിലാണോ ഒരു രാജ്യത്തെ ജനങ്ങൾ ഒരുപോലെ കാണണ്ടേ? എല്ലാ സംസ്ഥാനങ്ങളെയും ഫെഡറൽ വ്യവസ്ഥയിൽ ഒരുപോലെ കാണണ്ടേ? കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വലിയ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സംസ്ഥാനമാണ്. എന്ന് മാത്രമല്ല, നമ്മൾ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു വലിയ സിറ്റിയാണ്. നേരത്തെ അങ്ങ് ചോദിച്ചത് കേരളത്തിലെ മെട്രോപൊളിറ്റൻ സിറ്റി ഉണ്ടെന്നാണോ? നോക്കൂ, കേരളം തന്നെ ഒരു വലിയ സിറ്റിയായി മാറുന്ന വലിയ ജനസാന്ദ്രതയുള്ള ഈ സംസ്ഥാനത്ത്, അതും പണം കൊടുത്ത് കമ്മ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ താല്പര്യമുള്ള ഇത്രയധികം ആളുകളുള്ള സംസ്ഥാനത്ത്, വന്ദേ ഭാരത് ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ടുള്ള ഒരു സംസ്ഥാനത്ത് അതിവേഗ ട്രെയിൻ എന്ന് പറയുന്നത് അങ്ങ് തീണ്ടാപ്പാട് അകലെ നിർത്തേണ്ട ഒരു കാര്യമാണെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതിന്റെ രാഷ്ട്രീയം ഞാൻ ചോദിക്കുന്നത്. ഞാൻ അതിനാണ് നല്ല മലയാളം നിങ്ങളോട് പറഞ്ഞത്. അതിവേഗ ട്രെയിൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള റെയിൽ ട്രെയിൻ ഇവർ പദ്ധതിയുമായി മുന്നോട്ട് വെച്ച് ആ ട്രെയിൻ ഇതുവരെ വേണ്ട, ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങൾക്ക് ബുള്ളറ്റ് ട്രെയിൻ മതി എന്നിവർ പറഞ്ഞിട്ടുണ്ടോ? വേണ്ട. റെയിൽ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? റെയിൽ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയുന്നതിന് നിങ്ങൾ ഇങ്ങനെ തടസ്സം നിൽക്കല്ലേ. ഞാൻ പറയട്ടെ, എനിക്ക് നിങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം പറയണമല്ലോ. ഞാൻ ചോദിക്കട്ടെ, അടൽ ബിഹാരി വാജ്പേയി 2004 ഏതാണ്ട് സുവർണ ചതുഷ്കോൺ പദ്ധതി കൊണ്ടുവന്നു റെയിൽവേയുടെ. അന്ന് കേരളം ഉണ്ടായിരുന്നോ? ഇല്ല. അതിനുശേഷമാണ് നമ്മുടെ നെറ്റ്വർക്ക് വർദ്ധിച്ചത്. അപ്പോൾ പ്രധാനപ്പെട്ട മെട്രോപൊളിറ്റൻ സിറ്റിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബുള്ളറ്റ് ട്രെയിൻ. ഈ ബുള്ളറ്റ് ട്രെയിനെ അപമാനിച്ചവരാണ് കേരളത്തിലെ ഭരണാധികാരികൾ. ബുള്ളറ്റ് ട്രെയിൻ അടുത്ത റൗണ്ടിൽ ഞാൻ അങ്ങേലേക്ക് വരാം. ഷിജോൺ ബ്രിട്ടാസ്, കേരളത്തെ സമീപകാലത്ത് ഇത്രയധികം പരിഗണിച്ചിട്ടുള്ള മറ്റൊരു ബജറ്റ് ഇല്ല എന്നാണ് ബിജെപിയുടെ അവകാശവാദം. ഒരു സെക്കൻഡ് ഞാൻ തീർത്തിട്ട് പോവാം. നിങ്ങൾ 10 മിനിറ്റ് എനിക്ക് തന്നാൽ 10 ചോദ്യം ചോദിച്ചത് നിങ്ങളാണ്, ഞാനല്ല. അല്ല, ഞങ്ങളെ തിരിച്ചു വരൂ, നിങ്ങൾ തിരിച്ചു വരില്ല. 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 മറ്റു വാദങ്ങൾ കൂടി കേട്ടതിന് ശേഷം ഓക്കെ ശരി, പറയൂ ബ്രിട്ടാസ്. ആയിക്കോട്ടെ.